Hi all, in this video we are going to discuss how to find the frequency of an element in a list. Frequency means the count of each element in the list. Here we have defined a list called MyList with string as the elements. So the elements of the list are apple, orange, banana. So apple എത്ര ടൈംസ് ലിസ്റ്റിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്, ഓറഞ്ച് എത്ര ടൈംസ് അപ്പിയർ ചെയ്യുന്നുണ്ട്, ബനാന എത്ര ടൈംസ്, അതാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. Okay, so first we have initialized an empty dictionary called frequency. Frequency എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് നമ്മൾ ഒരു empty dictionary ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. Okay, so dictionary എന്ന് പറഞ്ഞാൽ എന്താണ്? Key value pair set ആണ്. So here എന്താണ്? Here dictionary is used to store each unique string as a key. Key നമ്മൾ ഓരോ unique string ആണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ value നമ്മൾ how many times that string appears in the list. എത്ര ടൈംസ് ആ സ്ട്രിങ് ലിസ്റ്റിൽ അപ്പിയർ ചെയ്യുന്നതിന്റെ കൗണ്ട് ആണ് വാല്യൂവിൽ കൊടുക്കുന്നത്. Okay, so that's why we have initialized an empty frequency. Empty dictionary called frequency. Okay. Next, we start a for loop for iterating each element in the MyList. MyList ലിസ്റ്റിൽ നമ്മൾ കൊടുത്ത ഓരോ ഐറ്റംസ് ഐറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫോർ ലൂപ്പ് കൊടുത്തത്. ഇൻ ദ വേരിയബിൾ ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്കാണ് നമ്മൾ ഓരോ എലമെന്റ്സിനെയും ഐറ്ററേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാണ് ഈ ഐറ്റം ഇൻ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത empty ഡിക്ഷണറി ഈ ഐറ്റം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനാണ് ഈ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഐറ്റം പ്ലസ് ഈക്വൽ ടു 1. ഓക്കെ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ലൈൻ വിൽ ഇൻക്രിമെന്റ് ഇറ്റ്സ് വാല്യൂ. ഇതിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, that means it increases the count. Next, else part നമ്മൾ കൊടുത്തത് frequency of item equal to 1. അതായത് if the item is not in the dictionary, ഡിക്ഷണറിയിൽ ഐറ്റം ഇല്ലെങ്കിൽ frequency of item will be 1. ഓക്കെ, കോഡ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടൊരു ഡിക്ഷണറി എംപ്റ്റി ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഫോർ ലൂപ്പിൽ ഈച്ച് എലമെന്റ്സ് ഐറ്ററേറ്റ് ചെയ്യും. ഫസ്റ്റ് ആപ്പിൾ ഐറ്ററേറ്റ് ചെയ്യും. സോ ആപ്പിൾ ഐറ്ററേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഡിക്ഷണറിയിൽ അത് ഇൻക്ലൂഡഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ അതിന്റെ വാല്യൂ ഇൻക്രിമെന്റഡ് ബൈ 1. ബട്ട് ദ ആപ്പിൾ ഇസ് നോട്ട് ഇൻ ദ ഫ്രീക്വൻസി ഡിക്ഷണറി, ഇറ്റ് ഇസ് എംപ്റ്റി. സോ ദ എൽസ് പാർട്ട് വിൽ വർക്ക്. സോ ഫ്രീക്വൻസി ഓഫ് ഐറ്റം ഈക്വൽ ടു 1. സോ ഫസ്റ്റ് ആപ്പിളിന്റെ ഫ്രീക്വൻസി 1 ആയിരിക്കും. സോ ആപ്പിളിന്റെ കൗണ്ട് 1 ആവും. നെക്സ്റ്റ് ഓറഞ്ച് ഐറ്ററേറ്റ് ചെയ്യും. സോ ഓറഞ്ചിന്റെ കൗണ്ടും 1 ആവും. ദെൻ ബനാന ഐറ്ററേറ്റ് ചെയ്യും. സോ ബനാന ഓൾസോ കൗണ്ട് 1 ആവും. നെക്സ്റ്റ് വീണ്ടും വരുന്ന എലമെന്റ് ആണ് ബനാന. സോ ഈ സ്റ്റേറ്റ്മെന്റിൽ എത്തുമ്പം ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഡിക്ഷണറിയിൽ ബനാന എന്ന എലമെന്റ് ഇൻക്ലൂഡഡ് ആണ്. സോ ദിസ് ബ്ലോക്ക് ഓഫ് കോഡ് വിൽ വർക്ക്. അതായത് അതിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, ദെൻ പ്രിന്റ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട് കിട്ടും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ആപ്പിൾ 1, ഓറഞ്ച് 1, ബനാന 2. ലിസ്റ്റില് ആപ്പിൾ 1 ടൈംസ് ആണ്, ഓറഞ്ച് 1 ടൈംസ്, ബനാന 2 ടൈംസ്. അതാണ് ഔട്ട്പുട്ട് കിട്ടിയത്. Okay, this is all about this video. Thank you.